Hello friends, welcome to channel. 𝙑𝙞𝙙𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പരിചയപ്പെടാൻ പോകുന്നത് സെബ്രോണിക്സിൻ്റെ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോക്സ് എന്തായാലും ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സെബ്രോണിക്സ് ഇപ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് കണ്ടെന്ന് ക്ലിയർ അടിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, പോർട്ടബിൾ സ്പീക്കറിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് 𝙑𝙑𝙑 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഡീപ്പ് വാസും വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അതുപോലെ മൊബൈൽ ഹോൾഡറും ഇൻബിൽറ്റ് ഉണ്ട്. അതുപോലെ ഡ്യുവൽ 57mm ഡ്രൈവറാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5, USB സപ്പോർട്ട് ഉണ്ട്, മൈക്രോ SD ഉണ്ട്, ഓക്സ് ഉണ്ട്, FM ഉണ്ട്. പിന്നെ ഭയങ്കര റഗ്ഡ് ഡിസൈനാണെന്ന് വെച്ചാൽ അത്യാവശ്യം റഫ്യൂസൊക്കെ ഉപയോഗിക്കാനാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിത് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ സൗണ്ട് ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗ് വീഡിയോ പോയല്ലോ. അപ്പോൾ അവരൊരു റാപ്പിംഗ് സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും സാനിറ്റൈസറും സംഭവങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ചിലപ്പോൾ ആയിരിക്കും വേണമെങ്കിൽ ഒരു ഗ്ലെയർ നിങ്ങൾക്ക് കാണുന്നത്. നമുക്കിത് എന്തായാലും കട്ട് ചെയ്യാം. ഇങ്ങനത്തെ പാക്കേജിങ് വരികയാണെങ്കിൽ നല്ലതാണെന്ന് വെച്ചാൽ ഒരു മോൾ കവറിൽ ഫുള്ളൊരു പ്ലാസ്റ്റിക് കോട്ടിങ് വരികയാണെങ്കിൽ നമുക്ക് സാനിറ്റൈസർ സൂപ്പറായിട്ട് അടിക്കാമല്ലോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്താ പറയുക, അതുമത്തെ സാനിറ്റൈസർ അടിക്കില്ലെങ്കിൽ നമുക്ക് ഈ പേപ്പർ സംഭവമാണെങ്കിൽ അതിൻ്റെ കുറച്ച് പെയിൻറ്റുകളും കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബോക്സ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ബോക്സ് ഫ്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സംഭവങ്ങളൊക്കെ. പിന്നെ 𝑊WW.Zebronics.com എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് മോഡൽ നമ്പറാണ് 𝙑𝙑𝙑 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക്, ഇത് ഗ്രീൻ കളറാണ് കേട്ടോ, ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ഫീച്ചേഴ്സായിട്ട് വയർലെസ് ബ്ലൂടൂത്ത് സപ്പോർട്ട്, USB, മൈക്രോ SD, ബിൽഡിൻ FM റേഡിയോ, അതുപോലെ ഓക്സ് ഇൻപുട്ട് ഉണ്ട്, കോൾ ഫങ്ഷൻസ് ഉണ്ട്, മീഡിയ വോളിയം കൺട്രോൾ ഉണ്ട്, ബിൽഡിൻ റീചാർജബിൾ ബാറ്ററി ഉണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ചാർജിങ് ടൈം 5 hour പറഞ്ഞിരിക്കുന്നത്. സ്പീക്കർ കണ്ടൻറ്റ് പാക്കേജ് കണ്ടൻറ്റായിട്ട് സ്പീക്കർ, ചാർജിങ് കേബിൾ, ഓക്സ് കേബിൾ, അതുപോലെ ഒരു യൂസർ മാനുവലും ഉണ്ട്. പിന്നെ ഡ്രൈവർ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 57mm രണ്ടെണ്ണമുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. ഔട്ട്പുട്ട് പറയുന്നത് 14 watt കേട്ടോ. അതുപോലെ മെമ്മറി സൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 128 GB ആണ്. അപ്പോൾ നമുക്കിത് ഇനി എന്താ ഈ സൈഡിലായിട്ട് വേറെ സംഭവമൊന്നുമില്ല. ഈ സൈഡിലായിട്ട് നമുക്ക് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. അവിടെ TWS ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ട്രൂ വയർലെസ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം. ബൈ അനദർ സൗണ്ട് ഫീസ് 54 ട്രൂ വയർലെസ് സ്റ്റീരിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. രണ്ടും തമ്മിൽ. പിന്നെ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ആണ് സംഭവം. കൺട്രി ഒറിജിൻ ചൈന തന്നെയാണ് കേട്ടോ. MRP 2499 ആണ്. പക്ഷേ ഇത് MRP ആണ്. നമുക്ക് ബൈയിങ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ബെസ്റ്റ് ബൈ ലിങ്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് പ്രൈസും കിട്ടും കേട്ടോ. ആമസോൺ പ്രൈസിങ് കിട്ടും നിങ്ങൾക്ക്. ഇത് MRP മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് തുറക്കാം. അതിങ്ങനെ പ്രസ്സിങ് ആണ്, അത് കൊള്ളാം. ബ്ലൂ കളർ ബോക്സ് ഉള്ളിൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ബോക്സ് തന്നെയാണ് കേട്ടോ. സംഭവം എല്ലാം അതിൻ്റെ മോഡൽ നമ്പറാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തു. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. തൊടുമ്പോൾ തന്നെ ഇവിടെ എന്തോ ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് ആദ്യം ബോക്സ് എടുക്കാം. പിന്നെ അത്ര തന്നെ ഉള്ളൂ. നമുക്ക് ബോക്സ് കണ്ടൻറ്റ് കാലി ചെയ്യും എന്തായാലും. ഇതാണ് നമ്മുടെ സ്പീക്കർ. പച്ചയും ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ അതിൻ്റെ ഹോൾഡറാണ്. അത് കൊള്ളാലോ അല്ലേ. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ നമുക്കിതിൽ ഇതിലെന്തൊക്കെയാണ് നോക്കാം. ഇതൊരു ബുക്ക്ലെറ്റും ഉണ്ട്, 2 കേബിളും ഉണ്ട്. ഒരു ഓക്സ് കേബിളും ഒരു ചാർജബിൾ മൈക്രോ USB ആണ് വരുന്നത്. പിന്നെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും യൂസർ മാനുവൽ കാണാം നിങ്ങൾക്ക്. സംഭവം നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് പെയറിങ് ചെയ്യേണ്ടി വരും. ചാർജ് ഉണ്ടോ നോക്കട്ടെ ഞാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം. 2 സൈഡിൽ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ മെമ്മറി ഫംഗ്ഷൻ, സൗണ്ട്, വോളിയം അപ്പും ഡൗണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേ ബട്ടണും കൊടുത്തിട്ടുണ്ട്. സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. അതുപോലെ മോഡൽ നമ്പർ ഇവിടെ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്കൊരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഒരു മൈക്രോ USB വരുന്നുണ്ട് ചാർജിങ്ങിന്. ഓക്സ് കേബിൾ കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഒരു USBയും വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ താഴെയായിട്ട് ഒരു ഗ്രിപ്പും വരുന്നുണ്ട്. പിന്നെ ഔട്ട്പുട്ട് വരുന്നത് 14 watt ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓൺ ആക്കാം. അപ്പോൾ ഇതാണ് സ്വിച്ച്. Zebronics for life. Bluetooth mode. നമുക്ക് ഓൺ ആക്കുമ്പോൾ തന്നെ സെബ്രോണിക്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് മോഡിലേക്ക് ഡയറക്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോവാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ ബ്ലൂടൂത്ത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി പെയർ ന്യൂ ഡിവൈസിൽ നോക്കി നോക്കട്ടെ വരുന്നുണ്ടോന്ന്. അതാ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ലാപ്ടോപ്പ്. ഇതാണ് ZBSound ഫീസ്റ്റ് വന്നിട്ടുണ്ട്. പെയറിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാ അസിസ്റ്റ് കോണ്ടാക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, കണക്റ്റ് ആയിട്ട് നല്ല ഈസി ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നല്ല സൂപ്പർ കണക്ടിവിറ്റി ഉണ്ട്.
ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ചാനലത്തെ വീഡിയോ തന്നെ പ്ലേ ചെയ്ത് നോക്കാം. പാട്ട് പ്ലേ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് സംഭവം സ്ട്രൈക്ക് വരുമല്ലോ, അത് കാരണം പാട്ടിന് കമ്മ്യൂണിറ്റി ചെയ്യാൻ പറ്റില്ല. അതാണ് വലിയ പ്രോബ്ലം ആയത്. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് വെച്ച് നോക്കാം. ഡാൻസിയേഴ്സ് വന്നിട്ട് You want it, yeah, I don't know, it's suddenly you're gone. You'll never be forgotten. Pretending no one is to blame. Max volume. Too late to reignite our flame. How did I not see you running? How did I get behind? നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ സൗണ്ട്. നേരത്തെ ഞങ്ങൾ ആ മാസ്റ്ററിലത്തെ ചെറിയൊരു പാട്ട് വന്നപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. നല്ല സൗണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ ഫുൾ സൗണ്ടിൽ. പക്ഷേ ആ സൗണ്ട് മാസ്റ്ററിൻ്റെ സംഭവം മ്യൂട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അവന് അത് കോപ്പിറൈറ്റ് മ്യൂസിക്കായിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് മ്യൂട്ട് ചെയ്യട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നല്ല സൗണ്ട്, നെറ്റ്സിൻ്റെ സൗണ്ട് നിങ്ങളിപ്പോൾ കേട്ടു. എന്തായാലും നല്ല ക്വാളിറ്റി സൗണ്ട് വരുന്നുണ്ട്, നല്ല ബാസും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ പോർട്ടബിൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് തന്നെയാണെന്ന് പറയാം. പിന്നെ റഗ് ഡിസൈനാണ്, അത്യാവശ്യം നിലത്ത് വീണാലും സംഭവങ്ങളൊന്നും പറ്റുന്നില്ല. എന്നുവെച്ചാൽ അതിൻ്റെ മേക്കിംഗ് കണ്ടതിനറിയാം, നല്ല സ്ട്രോങ് മേക്കിംഗ് ആണ്. ഇവിടെയൊക്കെ മെറ്റലിൻ്റെ ഇതാണ്. അപ്പോൾ അതുപോലെ സ്വിച്ചും ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാവുന്ന സംഭവം തന്നെയാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം, നല്ലൊരു ക്വാളിറ്റി സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് വരും കേട്ടോ. 2 കളറിൽ അവൈലബിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ബ്ലാക്കിലും ഈ ഗ്രീൻ കളറിലുമാണ്. അപ്പോൾ നിങ്ങളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ചീപ്പ് പ്രൈസിൽ ബഡ്ജറ്റ് സംഭവത്തിൽ നല്ലൊരു ക്വാളിറ്റി സാധനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ ഈ മോഡൽ നോക്കാം. പിന്നെ അത്യാവശ്യം റഗ് ഡിസൈനാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് റഫ് യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അത് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.